CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂരിൽ പേവിഷബാധയേറ്റ് നായ ചത്ത സംഭവം. മേഖലയിൽ തെരുവുനായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ് ആരംഭിച്ചു. 100-ലധികം തെരുവുനായ്ക്കളെ പിടികൂടി കുത്തിവയ്പ്പിന് വിധേയമാക്കി. കുന്നംകുളം പട്ടാമ്പി റോഡിൽ അമിതവേഗതയിലെത്തിയ സ്വകാര്യ ബസ് കാറുകളിലും ഓട്ടോറിക്ഷയിലും ഇടിച്ച് അപകടം. 3 പേർക്ക് പരിക്കേറ്റു. ബസിന്റെ അമിതവേഗതയാണ് അപകടത്തിന് കാരണമായതെന്ന് നാട്ടുകാർ. എരുമപ്പെട്ടി ചിറ്റണ്ട സ്കൂളിന് സമീപമുള്ള ഇരുചക്രവാഹന വർക്ക്ഷോപ്പിൽ നിർമ്മാണ ജോലികൾക്കിടെ തീപിടിച്ച് തൊഴിലാളിക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. ദേശമംഗലം സ്വദേശിയായ 24 വയസ്സുള്ള ഹാരിസ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. ഇരുയോഗങ്ങളുടെയും മികവുറ്റ വേദാലാപനത്തോടെ കടവല്ലൂർ അന്യോന്യത്തിന് സമാപനമായി. കാട്ടകമ്പൽ പഞ്ചായത്തിൽ ജനവിധി തേടുന്നത് 18 വാർഡുകളിലായി 61 പേർ. ഭരണം നിലനിർത്താൻ CPM ശ്രമിക്കുമ്പോൾ 10 വർഷമായി പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് ഭരണം പിടിച്ചെടുക്കാനുള്ള ഒരുക്കത്തിൽ. പോർക്കുളം പഞ്ചായത്തിലെ 14 വാർഡുകളിൽ 46 സ്ഥാനാർത്ഥികൾ മത്സരിക്കും. 4 വാർഡുകളിൽ മത്സരിക്കുന്ന സ്വതന്ത്രർ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭീഷണിയാണ്. നെല്ലുവായ് ശ്രീധനധുരി ക്ഷേത്രത്തിലെ പ്രശസ്തമായ വൈകുണ്ഠ ഏകാദശി വിളക്കാചാരം വെള്ളിയാഴ്ച ആരംഭിക്കും. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ ക്രിസ്തുരാജത്വ തിരുനാളും വിശ്വാസ പരിശീലന ദിനവും ആഘോഷിച്ചു. കടവല്ലൂർ ദേശവിളക്ക് വ്യാഴാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും താലത്തോടെയുള്ള പാലക്കൊമ്പെഴുന്നള്ളിപ്പ് വടക്കുമുറിയിലെ വിളക്കുപന്തലിലെത്തി സമാപിക്കും. തുടർന്ന് അന്നദാനമുണ്ടായിരിക്കും. എരുമപ്പെട്ടി കുട്ടഞ്ചേരി തോമ്പിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ വെളുത്ത ഷഷ്ഠി മഹോത്സവം ആഘോഷിച്ചു. ഗുരുവായൂർ മെട്രോലിങ്ക്സ് ഫാമിലി ക്ലബിന്റെ 17ാമത് അഖില കേരള ചിത്രരചനാ മത്സരം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ രാവിലെ 9:30 നടൻ ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്യും. ചേലക്കര SMT ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭരണഘടനാ ദിനത്തിൽ നടന്ന കുട്ടികൾക്കായുള്ള സെമിനാർ 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.